Hi everyone. So in the video, most of the students our ACCA journey start ചെയ്യുമ്പോൾ ചൂസ് ചെയ്യാൻ പോകുന്ന വൺ ഓഫ് ദ ഫസ്റ്റ് പേപ്പേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് ആൻഡ് ടെക്നോളജി BT F1 എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സബ്ജക്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ആൻഡ് ഡൗട്ട്സ് ഉണ്ടാവും. ഈ പേപ്പറിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സാറേ, ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഞാൻ +1 +2 സയൻസ് ആയിരുന്നു, കൊമേഴ്സ് ആയിരുന്നു, ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, അങ്ങനെ ഏതോ ആവട്ടെ അതായിരുന്നു, പക്ഷേ ഇത് എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ, ACC എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ACCയിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഇവിടെ എന്താണ് സംഭവം, എങ്ങനെയൊക്കെയാണ് എക്സാം വരുന്നത്, അങ്ങനത്തെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. So my name is Rizan Ahmad. I'm an ACC affiliate. അപ്പോൾ ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന F1 എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന മുന്നേ നമുക്ക് ACC എന്താണ്, എന്താ സംഭവം എന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ACCA എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. 10th കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടോ ഡിഗ്രി കഴിഞ്ഞിട്ടോ ഈവൻ ഇഫ് യു എ വർക്കിംഗ് പേഴ്സൺ ആ സമയത്തോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് പെർസ്യൂ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു കോഴ്സ് സ്ട്രക്ചർ എന്ന് വരുന്നത് എങ്ങനെയാണ്? ആദ്യം നിങ്ങൾക്ക് ക്ലിയർ യുവർ ACC എക്സാംസ് എന്ന് കാണാം അല്ലേ. 13 പേപ്പർ ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇഫ് യു ആർ +2 സ്റ്റുഡൻറ്റ്, +2 കഴിഞ്ഞിട്ട് നിങ്ങൾ വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ 13 പേപ്പേഴ്സ് ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 13 പേപ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വൺസ് യു ക്ലിയർ യുവർ 13 പേപ്പേഴ്സ് നിങ്ങൾ ഒരു ACC അഫിലിയേറ്റ് ആവും. ACC അഫിലിയേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ACCൻ്റെ എല്ലാ എക്സാമും കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്, ACC ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇൻ ഓർഡർ ടു ബി ACC മെമ്പർ, ഒരു ACC മെമ്പർ, ACCA എന്നുള്ള ഈ 4 അക്ഷരം നിങ്ങളുടെ പേരിന്റെ കൂടെ ചേർക്കണം എന്നുണ്ടെങ്കിൽ there are some other things to do. കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ സ്കിൽസ് മൊഡ്യൂൾ എന്ന് നമ്മൾ പറയുന്ന EPSM മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അത് പേടിക്കൊന്നും വേണ്ട, അത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമ്മൾ ഇവിടുന്ന് ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് തരും. ഓക്കെ, പിന്നെ ഓബ്വിയസ്ലി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് റിക്വയർമെന്റ്. ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ 3 വർഷം എന്ത് ചെയ്യണം, പോയി വർക്ക് ചെയ്യണം. ഇങ്ങനെ 3 വർഷം വർക്ക് ചെയ്ത് ഈ EPSM മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് അതേപോലെ തന്നെ 13 പേപ്പറും കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒരു ACCA മെമ്പർ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ വരുന്നത്. പിന്നെ നമുക്ക് നോക്കാം, ACCയിൽ നമ്മൾ പറയുമ്പോൾ ഇറ്റ് സ്പ്ലിറ്റ് ഇൻ ടു 3 ലെവൽസ്. അപ്പോൾ നോളേജ് ലെവൽ ഉണ്ട്, സ്കിൽ ലെവൽ ഉണ്ട്, അതേപോലെ തന്നെ പ്രൊഫഷണൽ ലെവലും ഉണ്ട്. അപ്പോൾ നോളേജ് ലെവലിൽ വരുന്ന പേപ്പറാണ് ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ. അപ്പോൾ F1 എന്നും പറയും നമ്മൾ. F2 മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ട്, F3 ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്. പിന്നെ സ്കിൽ ലെവലിൽ ദർ ഇസ് 6 പേപ്പേഴ്സ്. കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ ഉണ്ട്, പെർഫോമൻസ് മാനേജ്മെന്റ്, ടാക്സേഷൻ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഓഡിറ്റ് ആൻഡ് അഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവൽ വരുമ്പോൾ 2 എസെൻഷ്യൽ ആയിട്ട് നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട 2 പേപ്പേഴ്സ് ഉണ്ട്. സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ ആൻഡ് സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന 2 പേപ്പർ. അത് എസെൻഷ്യൽ പേപ്പേഴ്സ് ആണ്, നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കേണ്ട പേപ്പേഴ്സ് ആണ്. ബാക്കി 2 പേപ്പേഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണൽ പേപ്പേഴ്സ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ ഓപ്ഷണൽ പേപ്പേഴ്സിൽ 4 പേപ്പേഴ്സ് ഉണ്ട്. ആ 4 പേപ്പേഴ്സിൽ ഏതെങ്കിലും 2 പേപ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചൂസ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ്വാൻസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അഡ്വാൻസ് പെർഫോമൻസ് മാനേജ്മെന്റ്, അഡ്വാൻസ് ടാക്സേഷൻ, അഡ്വാൻസ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എന്നൊക്കെ പറയുന്ന സബ്ജക്ട്സ് ആണ്. അപ്പോൾ ഇതൊക്കെ പല സ്കിൽ ലെവൽ പേപ്പേഴ്സിന്റെയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്കിൽ ലെവലിൽ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും ഓക്കെ ഈ സബ്ജക്റ്റിനോടാണ് എനിക്ക് താല്പര്യം കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്ത് ഹെൽപ്പ് ചെയ്യും, ഓപ്ഷണൽ പേപ്പേഴ്സ് എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഓക്കെ ഞാൻ ഓഡിറ്റ് ആയിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം സ്കില്ല് പഠിക്കുമ്പോൾ, അപ്പോൾ ഞാൻ അഡ്വാൻസ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എടുത്തേക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊക്കെ അത് ചൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് ഇതിന്റെ ഗ്ലോബൽ പാസ് റേറ്റ്സ് നോക്കാം. ഓരോ പേപ്പർ എത്രയാണ് ഓരോ സെഷൻ അനുസരിച്ചിട്ട് പാസ് ആവാറ് എന്ന് നോക്കാം. അപ്പോൾ നോളേജ് ആൻഡ് സ്കിൽ ലെവലിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും June 24 എന്ന് പറയുന്ന ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെഷൻ അതിൽ വന്ന നമ്മുടെ പാസ് റേറ്റ്സ് നോക്കാം. BT നോക്കൂ, BT 89 പാസ് റേറ്റ് ഉണ്ട് ഗ്ലോബലി. അപ്പോൾ വൺ ഓഫ് ദി ഈസിയസ്റ്റ് ACCA പേപ്പേഴ്സ് ആണ്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, വേറെ എല്ലാ പേപ്പേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൺ ഓഫ് ദി ഈസിയസ്റ്റ്, വൺ ഓഫ് ദി ഏറ്റവും എളുപ്പമായിട്ട് പാസ്സായി പോകാൻ പറ്റുന്ന പേപ്പറാണ് ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഈ പേപ്പർ. സോ ഡോണ്ട് വറി, ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ബാക്കിയുള്ള പാസ് റേറ്റ്സ്. പിന്നെ നമ്മളെ പ്രൊഫഷണൽ ലെവൽ പാസ് റേറ്റ്സ് ഉണ്ട്, അവിടെ SBL, SBR, AFM ഓരോ സബ്ജക്ട്സിന്റെയും പാസ് റേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ,
പിന്നീട് എക്സാം സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. എക്സാം സ്ട്രക്ചർ F1 to F4 പേപ്പേഴ്സ് വരുന്നത് ഓൺ ഡിമാൻഡ് എക്സാംസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ എക്സാംസും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ് വരുന്നത്. എല്ലാ എക്സാംസും നമ്മൾ അവിടെ പോയി കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. ഇത് റിമോട്ട് ഓർ ഒരു സെന്ററിൽ പോയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ F1 to F4 എക്സാംസ് വരുന്നത് ഓൺ ഡിമാൻഡ് ആണ്. നമുക്ക് സ്വന്തം ഇഷ്ടത്തിൽ നമ്മൾ എപ്പോഴാണോ പ്രിപ്പയർഡ് ആയി എന്ന് തോന്നുന്നത് അന്നൊരു ഡേറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാം. അങ്ങനെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള നേരത്തെ ഒരു ഡേറ്റ് ഒന്നും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരില്ല. നമ്മുടെ സ്വന്തം ഇഷ്ടമാണ് എന്ന് എനിക്ക് എക്സാം, ഞാൻ എപ്പോഴും എക്സാം എഴുതാൻ റെഡി ആവുന്നത് അന്ന് പോയി എനിക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതാം. അതൊരു അഡ്വാൻറ്റേജും ആണ്, അതേപോലെ തന്നെ ചില സ്റ്റുഡൻസിന് അതൊരു ഡിസ്അഡ്വാൻറ്റേജും ആണ്. കാരണം അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഓക്കെ എനിക്ക് 10 days വേണം പഠിക്കാൻ, അപ്പോൾ ഞാൻ 10 days കഴിഞ്ഞിട്ട് എക്സാം ബുക്ക് ചെയ്യും. അപ്പോൾ അത് നല്ല കാര്യമാണ്. അപ്പം തന്നെ എനിക്ക് എന്ത് ചെയ്യും, എക്സാം റിസൾട്ട്സ് കിട്ടുകയും ചെയ്യും. അതാണ് ഈ ഫസ്റ്റ് 4 പേപ്പേഴ്സിന്റെ പ്രത്യേകത. എനിക്ക് എപ്പോഴാണോ ഞാൻ എക്സാം തീർക്കുന്നത് അപ്പം തന്നെ റിസൾട്ട് കിട്ടും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജുമാണ്. അതേ സമയത്ത് ഡിസ്അഡ്വാൻറ്റേജ് ആണ്. കാരണം ചില സ്റ്റുഡൻസ് എന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ ടെൻഷൻ അടിക്കും. അയ്യോ ഞാൻ ഇത് തീർക്കുമോ, എനിക്കിത് എഴുതാൻ പറ്റുമോ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, അങ്ങനെ ഒരു ടെൻഷൻ അടിക്കാനുള്ള സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ നോക്കണം നിങ്ങൾ ഓൺ ഡിമാൻഡ് എക്സാംസ് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ എല്ലാ പേപ്പേഴ്സിനും ടോട്ടൽ മാർക്സ് വരുന്നത് 100 marks ആണ് വരുന്നത്. ആൻഡ് പാസ് മാർക്സും എല്ലാ പേപ്പേഴ്സിനും, എല്ലാ 13 പേപ്പേഴ്സിനും വരുന്നത് 50 marks ആണ്. അപ്പോൾ F1 to F4 നമുക്ക് 2 സെക്ഷനാണ് ഉണ്ടാവുക. സെക്ഷൻ എ കോംപ്രൈസസ് ഓഫ് ബോത്ത് 1 mark and 2 mark MCQ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് സെക്ഷൻ ബിയിൽ കംപ്രൈസസ് ഓഫ് മൾട്ടിപ്പിൾ ടാസ്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവിടെ ഒരു സിനാരിയോ ഉണ്ടാവും. ആ സിനാരിയോന്റെ ബേസിസിൽ അവർ മൾട്ടിപ്പിൾ ടാസ്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരൊറ്റ സിനാരിയോന്റെ ബേസിൽ ഒരു 4 questions 5 questions ഉണ്ടാവും. ഓക്കെ, പിന്നെ F5 to F9 പേപ്പേഴ്സ് വരുമ്പോൾ അവിടെ ഇതേപോലെ തന്നെ ടോട്ടൽ മാർക്സ് വരുന്നത് 100 marks ആണ് ആൻഡ് പാസ് മാർക്സ് വരുന്നത് 50 marks ആണ്. പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. ഇത് ഓൺ ഡിമാൻഡ് എക്സാംസ് അല്ല, ഇത് സെഷൻ ബേസ്ഡ് എക്സാംസ് ആണ്. നമ്മൾ സെഷൻസ് എന്ന് പറയും. നമ്മുടെ സെഷൻസ് വരുന്നത് മാർച്ചിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ ജൂൺ, സെപ്റ്റംബർ ആൻഡ് ഡിസംബർ ആണ്. ഈ 4 മാസങ്ങൾ നമ്മൾ എക്സാം സെഷൻസ് ഉള്ള മാസങ്ങളാണ്. അപ്പോൾ ഈ മാസങ്ങളിൽ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ് നിങ്ങൾ എക്സാം ബുക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്, എക്സാം എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ F5 to F9 പേപ്പേഴ്സിൽ 3 sections ആണ് ഉണ്ടാവുക. സെക്ഷൻ എ ആൻഡ് ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടാസ്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ 30 marks ആയിരിക്കും. 30 marks സെക്ഷൻ എ, 30 marks സെക്ഷൻ ബി. സെക്ഷൻ സിയിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരിക്കും, നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. കംപ്രൈസസ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് 40 marksനായിരിക്കും റിക്വയർമെന്റ് വരുന്നുണ്ടാവുക. പിന്നീട് നമ്മൾ പി ലെവൽ പേപ്പേഴ്സ് നോക്കുമ്പോൾ പി ലെവലിലും 100 marks തന്നെയാണ്, പാസ് മാർക്സ് 50 marks ആണ്. പക്ഷെ അവിടെ 2 സെക്ഷൻ ഉണ്ടാവുള്ളൂ, സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി. ഇവിടെ എൻറ്റയർലി ഡിസ്ക്രിപ്റ്റീവ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 100 marksനും ഡിസ്ക്രിപ്റ്റീവ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എക്സാം സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എക്സാം സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്, പേപ്പേഴ്സ് എങ്ങനെയൊക്കെയാണ്, ലെവൽസ് വരുന്നത് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന പേപ്പറിൽ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. കാരണം ഇത് നമ്മൾക്ക് ബിസിനസ്സിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ തരുന്ന ഒരു പേപ്പറാണ് ബിസിനസ് ആൻഡ് ടെക്നോളജി. ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന് എങ്ങനെയാണ് ഒരു ബിസിനസ് പ്രവർത്തിക്കേണ്ടത്, ഇതെങ്ങനെയാണ് നടത്തി പോകേണ്ടത്, അങ്ങനെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു സബ്ജക്റ്റാണ് ബിസിനസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇത് എന്തുകൊണ്ട് എത്ര എളുപ്പമായി മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ +1 +2 കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നുവെങ്കിൽ നിങ്ങൾ കണ്ടുവന്ന പല കൺസെപ്റ്റ്സും ബിസിനസ് ആൻഡ് ടെക്നോളജീൻ്റെ ഉള്ളിൽ ഉണ്ട്. ഡോണ്ട് വറി, നിങ്ങൾ +2 സയൻസ് ആയിരുന്നു സാറേ, ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, അയ്യോ പ്രശ്നമായി, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇവിടെ എല്ലാം ബേസിക്സ് തൊട്ടിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, in this paper we will learn how businesses operate effectively, efficiently and ethically, and how much of a role finance professionals play in achieving this. എങ്ങനെയാണ് കറക്റ്റ്ലി, എങ്ങനെയാണ് നമ്മൾ ഏറ്റവും മാക്സിമം എഫിഷ്യൻസിയോടെ ഒരു ബിസിനസ്സിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പഠിക്കാനും, എങ്ങനെയാണ് നമ്മുടെ പോലത്തെ ഫൈനാൻസ് പ്രൊഫഷണൽസ് ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു പേപ്പറാണ് ബിസിനസ് ആൻഡ് ടെക്നോളജി.
അത് കൂടാതെ ഓൾസോ ലുക്സ് ഇൻ ടു ദ ബിസിനസ് എൻവയറമെന്റ് including economic, legal and regulatory influences on aspects like governance, employment, health and safety അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണ് ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങളും അതിനെ ബിസിനസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതെ, എക്സ്റ്റേണൽ ആയിട്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളും ബിസിനസിനെ എഫക്റ്റ് ചെയ്യും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ബിസിനസിനെ എഫക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ബിസിനസിനെ എഫക്റ്റ് ചെയ്യും, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ മനസ്സിലാക്കാനും ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ നോക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി +1 +2 കൊമേഴ്സിൽ പഠിച്ച കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മെയിൻ സിലബസ് ഏരിയാസ് ഉണ്ട്. ഒരു 6 മെയിൻ സിലബസ് ഏരിയാസ് ആണ് ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിൽ വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് എക്സ്റ്റേണൽ എൻവയൺമെന്റ്. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഏതൊക്കെ ടൈപ്പ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്, എന്താണ് ഈ ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ കമ്പനീന്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, എക്സ്റ്റേണൽ എൻവയൺമെന്റ്, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെ എഫക്റ്റ് ചെയ്യും ഈ ബിസിനസ്സിനെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഒരു മെയിൻ സിലബസ് ഏരിയയിൽ ഞാൻ നോക്കുന്നത്. രണ്ടാമത്തെ സിലബസ് ഏരിയയിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറും അതേപോലെ ഗവർണൻസും സസ്റ്റൈനബിലിറ്റി എന്നൊക്കെ പറയുന്ന ഇത് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വരിക, ഇതിന്റെ ഷേപ്പ് എങ്ങനെയാണ് വരിക, എങ്ങനെയൊക്കെ കൺട്രോൾ വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് രണ്ടാമത്തെ സിലബസ് ഏരിയ. മൂന്നാമത്തെ സിലബസ് ഏരിയ ഈ ബിസിനസിന്റെ ഫങ്ഷൻസും അതേപോലെ എന്തൊക്കെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, അവിടെ വരുന്ന നിയമങ്ങളും അതേപോലെ തന്നെ ടെക്നോളജി എങ്ങനെയാണ് ബിസിനസിനെ എഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് മൂന്നാമത്തെ സിലബസ് ഏരിയ. നാലാമത്തെ സിലബസ് ഏരിയ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. ഒരു ബിസിനസ് നടക്കണമെങ്കിൽ നമുക്കറിയാം മാനേജ് ചെയ്യണം അല്ലെ. നല്ല രീതിക്ക് മാനേജ് ചെയ്യുന്ന ബിസിനസ്സസ് ആണ് നല്ല രീതിക്ക് വളരുള്ളൂ അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. നമ്മൾ ആ ബിസിനസ്സിനെ നോക്കുന്നില്ലെങ്കിൽ ആ ബിസിനസ് പൊട്ടിപ്പോവും അല്ലെ, അത് ബാങ്ക്രപ്റ്റ് ആയി പോവും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരാതിരിക്കാൻ നല്ല ലീഡർഷിപ്പും മാനേജ്മെന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതാണ് ആയിരിക്കും നമ്മൾ നാലാമത്തെ സിലബസ് ഏരിയയിൽ നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ അഞ്ചാമത്തെ വരുന്നത് പേഴ്സണൽ എഫക്റ്റീവ്നെസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ബിസിനസ് ആണ്. ഒരു ബിസിനസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒരു പേഴ്സൺ വേറൊരു പേഴ്സണോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസും അത് എന്തിനൊക്കെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനാണ് അഞ്ചാമത്തെ സിലബസ് ഏരിയയിലുള്ളത്. ആൻഡ് ലാസ്റ്റ്ലി പ്രൊഫഷണൽ എത്തിക്സ്. നമ്മൾ ഓണസ്റ്റ് ആവണം, നമ്മൾ സത്യസന്ധത ആവണം, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പെരുമാറണം, അങ്ങനത്തെ കുറെ എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ലാസ്റ്റത്തെ സിലബസ് ഏരിയ. സിലബസ് ഏരിയാസ് ആണിത്, ടോപ്പിക്സ് അല്ല. ടോപ്പിക്സ് ഇതിനെക്കാട്ടി കൂടുതൽ ഉണ്ടാവും, പക്ഷെ ഇതാണ് മെയിൻ ആയിട്ടുള്ള വരുന്ന ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി നമുക്ക് ആദ്യം എന്താണ് ബിസിനസ്, നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് അതിന്റെ ഒരു ഓവർവ്യൂ പോലെ നോക്കാം. എന്താണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ? നേരത്തെ അവിടെ മെയിൻ സിലബസ് ഏരിയ നോക്കിയപ്പോഴും കണ്ടു അല്ലെ, അവിടെ വൺ ഓഫ് ദ മെയിൻ സിലബസ് ഏരിയ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് എക്സ്റ്റേണൽ എൻവയൺമെന്റ് എന്ന് കണ്ടു. എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കണ്ടേ? ഇവിടെ എഴുതിയിരിക്കുന്നു ഒന്ന് വായിച്ചേ. ഓർഗനൈസേഷൻസ് ആർ സോഷ്യൽ അറേഞ്ച്മെന്റ്സ് ഫോർ ദി കൺട്രോൾ പെർഫോമൻസ് ഓഫ് കളക്റ്റീവ് ഗോൾസ്. ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ് ആണ് എന്ന് വെച്ചാൽ ഒരാളല്ല, ഒരുപാട് ആൾക്കാർ ഒത്തുചേർന്നിരിക്കുകയാണ്. അവർ ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്, കുറെ ആൾക്കാരുടെ എഫേർട്ടാണ്. ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ് ആണ്, അവിടെ കുറെ ആൾക്കാർ ഒത്തുകൂടിയിരിക്കുകയാണ്. ഫോർ ദി കൺട്രോൾ പെർഫോമൻസ് ഓഫ് കളക്റ്റീവ് ഗോൾ. ഒരു കളക്റ്റീവ് ഗോൾ ഉണ്ട്, ഒരു ഗോൾ ഉണ്ട്, അത് എന്തും ആവാം. എന്ത് ഗോൾ? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സംഭവം അല്ലേ, നമുക്ക് എല്ലാവർക്കും പൈസ ഉണ്ടാക്കണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു കുറച്ച് പൈസ ഉണ്ടാക്കണം. ഈ പൈസ ഉണ്ടാക്കണം എന്നുള്ളത് ഈ വരുന്ന എല്ലാ ഇൻഡിവിജ്വൽസിന്റെ എന്താണ് ഗോളാണ്. അപ്പൊ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻഡിവിജ്വൽസ് ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ് കൂടിയിരിക്കുകയാണ് അല്ലെ. സോഷ്യൽ അറേഞ്ച്മെന്റ്, കുറെ ആൾക്കാർ വന്ന് കൂടിയിരിക്കുകയാണ് ഒരു കളക്റ്റീവ് ഗോളിന് വേണ്ടിയിട്ട്. പക്ഷെ ഈ കളക്റ്റീവ് ഗോൾ എത്താൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു കൺട്രോൾ പെർഫോമൻസ് ഉണ്ടാവണം. കുറെ ആൾക്കാർ കൂടുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പോർട്സ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, ഒരാൾ മാത്രം നന്നായി കളിച്ചാൽ പോരാ. ഒരു ടീം സ്പോർട്ട് ആണെങ്കിൽ ഒരാൾ മാത്രം നന്നായി കളിച്ചാൽ പോരാ, എല്ലാവരും നന്നായി കളിച്ചു കഴിഞ്ഞാലാണ് ആ ടീം ജയിച്ചു പോവുള്ളൂ അല്ലെ, അല്ലെങ്കിൽ അവരുടെ ആ ഗോൾ എത്തുള്ളൂ. അപ്പോൾ അത് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ പെർഫോമൻസ് ഉണ്ടാവണം. അവിടെ മാനേജ് ചെയ്യണം, അവിടെ കുറെ റൂൾസ് ഉണ്ടാവണം, അവിടെ കുറെ റൂൾസ് പോളിസീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് ഈ കളക്റ്റീവ് ഗോളിലേക്ക് എത്താൻ പറ്റുള്ളൂ.
അപ്പോൾ അതാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സോഷ്യൽ അറേഞ്ച്മെന്റ് ആണ്, കുറെ ആൾക്കാർ ഒത്തുകൂടിയിട്ടുള്ള സംഭവമാണ്. കൺട്രോൾ പെർഫോമൻസിലൂടെ അവർ എന്തിലേക്ക് എത്തുകയാണ്, ഒരു കളക്റ്റീവ് ഗോളിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവിടെ കുറെ ടൈപ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ്, കോർപ്പറേഷൻസ് ഉണ്ട്, LLCs ഉണ്ട്, നോൺ പ്രോഫിറ്റ് ഉണ്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസും ഉണ്ട്. ഇതിൽ പലതും നിങ്ങൾ ഓൾറെഡി കേട്ട് ടേംസ് ഉണ്ടാവും. അത് തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. എത്ര എളുപ്പമാണ് അല്ലെ? ഇനി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഓരോന്ന് നോക്കാം. അത് കുറച്ചാണ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. കുറേ ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇത് സം ഓഫ് ദി മെയിൻ ബിസിനസ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ മൂവിങ് ഫോർവേഡ്, സോൾ ട്രേഡർ ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നും പറയും. ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നമ്മൾ എല്ലായിടത്തും നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സംഭവമാണ് ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ. നിങ്ങൾ പല സ്ഥലത്തും നിങ്ങളുടെ നാട്ടിൽ നോക്കുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും, നിങ്ങളുടെ സ്ഥലത്ത് ഒരു ഗ്രോസറി അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒറ്റ ഒരാളായിരിക്കും. അയാൾ തന്നെയാണ് അവിടെ നിൽക്കുന്നത്, ആൾ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നത്, ആൾ തന്നെയാണ് അവിടെ അക്കൗണ്ട്സ് നോക്കുന്നത്, ആൾ തന്നെ അവിടെ കണക്ക് നോക്കുന്നു, ആൾ തന്നെ സാധനം എടുത്തു തരുന്നു. വേറെ ആരുമില്ല, ഇയാൾ മാത്രമേ ഉള്ളൂ. ആ ഉണ്ടാക്കുന്ന പൈസ മൊത്തം ആൾക്കുള്ളതാണ് അല്ലെ? ആ സാധനം വിറ്റ് കിട്ടുന്ന എല്ലാ പൈസയും ആൾക്കുള്ളതാണ്. ആൾ തന്നെയാണ് ആളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അതിനുള്ള റെന്റ് കൊടുക്കുന്നതും വേറെ സാധനങ്ങൾ ഇറക്കുന്നതും ആളാണ്. എല്ലാം ചെയ്യുന്നത് ഈ ഒരൊറ്റ വ്യക്തിയാണ്. അതാണ് ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരൊറ്റ ആളാണ് അവിടെ, ഒരു ഇൻഡിവിജ്വൽ ആണ് അത് ഓൺ ചെയ്യുന്നത്. ഓണർഷിപ്പ് നോക്കിക്കേ, ഓൺ ബൈ വൺ ഇൻഡിവിജ്വൽ. ഇതിന്റെ ഓണർ ഒറ്റ ആളായിരിക്കും. അവിടുത്തെ എല്ലാ ഡിസിഷൻസ് എടുക്കുന്നത്, എല്ലാ കാര്യം മാനേജ് ചെയ്യുന്നതും ഈ ഒരൊറ്റ ആളായിരിക്കും. കൺട്രോൾ നോക്കിക്കേ, ദ ഓണർ ഹാസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ഓൾ ഡിസിഷൻസ്. ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ ആൾക്ക് മാത്രം അവിടെ ഡിസിഷൻ എടുക്കാനുള്ള കൺട്രോൾ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, നിങ്ങളുടെ നാട്ടിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ടാവും. അത് ഓൺ ചെയ്യുന്നത് ഒരൊറ്റ വ്യക്തിയായിരിക്കും. അവിടെ വേറെ വർക്കേഴ്സ് ഉണ്ടായെങ്കിൽ പോലും അവിടെ ഡിസിഷൻസ് എടുക്കുന്നതൊക്കെ ആരായിരിക്കും? ആ ഒരൊറ്റ വ്യക്തിയായിരിക്കും അല്ലെ? അതിനെ പറയുന്നതാണ് എന്ത്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. പിന്നെ ഇവരുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ അൺലിമിറ്റഡ് ലയബിലിറ്റി? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോ, എന്നാലും പറഞ്ഞു തരാം. അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ, ശരി, ഒരു കടം വന്നു, കടത്തിന്റെ മേലെ കടായി ഫുള്ള് കടം ഫുൾ ഡെപ്റ്റ് ഇങ്ങനെ കൂടി നിൽക്കുക. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? കമ്പനി പൂട്ടി പോവാണ്. അപ്പോൾ ബിസിനസിന്റെ സാധനങ്ങളൊക്കെ വിറ്റു, സാധനം എല്ലാം വിറ്റിട്ട് അതിന്റെ എല്ലാ പൈസ കിട്ടിയിട്ട് അതെല്ലാം ഈ കടം വീട്ടാൻ വേണ്ടി കൊടുക്കുകയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടും കടം വീടുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ സ്വന്തം പൈസ എടുത്തു കൊടുക്കേണ്ടി വരും അല്ലേ? ഇതിന് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് അല്ല. രണ്ടും ഒന്നായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ബിസിനസ്സും ഓണറും ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ കടം തീർക്കുന്ന വരെയും ആളുടെ സ്വന്തം അസറ്റ് വിറ്റിട്ട്, സ്വന്തം വീടുണ്ടെങ്കിൽ വീട്, വാച്ച് ഉണ്ടെങ്കിൽ വാച്ച്, മോതിരമാണെങ്കിൽ മോതിരം, മാലയാണെങ്കിൽ മാല, എല്ലാം വിറ്റിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ആ കടം തീർക്കേണ്ടി വരും അല്ലേ? അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ റീസൺ എന്താണ്? ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് അല്ല. ഇത് കാരണമാണ് അതിനെ എന്ത് പറയുന്നത്? അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അത് സോൾ ട്രേഡർ ബിസിനസിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് ഇവിടെ വരിക. പിന്നെ കണ്ടിന്യൂറ്റി നോക്കിക്കേ. കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ ഈ ബിസിനസിന്റെ ഓണർക്ക് എന്തെങ്കിലും സംഭവിച്ചു, ആള് പെട്ടെന്ന് കടപ്പിലായി, പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നു, അപ്പൊ എന്ത് സംഭവിക്കും? ബിസിനസ് ചിലപ്പോൾ നിന്നു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ? അതൊരു പ്രശ്നമല്ലേ? അതും ഒരു പ്രശ്നമാണ്. പിന്നെ പക്ഷെ പ്രോഫിറ്റ് ഷെയറിങ് നോക്കിക്കേ. പ്രോഫിറ്റ് ഷെയറിങ് എന്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും അത് മൊത്തം ആർക്കുള്ളതാണ്? അവിടെയുള്ള ആ സോൾ ട്രേഡർക്ക് ഉള്ളതാണ്. മൊത്തം എന്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും അയാളാണ് ഓണർ അല്ലേ? അപ്പൊ ആ മൊത്തം പ്രോഫിറ്റും ആർക്കുള്ളതാണ്? സോൾ ട്രേഡർക്ക് ഉള്ളതാണ്. പക്ഷെ അതിനെ നേരെ തിരിച്ചു ആലോചിച്ച് നോക്കിക്കേ. ലോസ് ഉണ്ടാക്കി കഴിഞ്ഞാലോ? അയ്യോ, ലോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ലോസ് മൊത്തം ആൾ ഒറ്റയ്ക്ക് ബെയർ ചെയ്യേണ്ടി വരും. അതൊരു പ്രശ്നമാണ് അല്ലേ? അപ്പൊ ഇതാണ് സോൾ ട്രേഡർഷിപ്പ് അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇത് നമ്മൾ പല സ്ഥലത്തും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അടുത്തത് നോക്കാം.
പാർട്ട്ണർഷിപ്സ്, ഇത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും. പാർട്ട്ണർഷിപ്പ് നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. ഇവിടെ എന്താ വ്യത്യാസം വരുന്നത്? സോൾ ട്രേഡർ ഇവിടെ ഒരാളല്ല ഉണ്ടാവുക, ഇവിടെ രണ്ടോ അതിലധികം ആൾക്കാർ തമ്മിൽ ഇതേപോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറയുന്നതാണ് പാർട്ട്ണർഷിപ്പ്. ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇവിടെ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി പറയും, എടാ എൻ്റെ അടുത്ത് ഒരു ബിസിനസ് ഐഡിയ ഉണ്ട് കേട്ടോ, നിങ്ങൾ പാർട്ട്ണർ ആവാൻ വരുന്നുണ്ടോ, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ ബാക്കി ഫ്രണ്ട്സ് എന്താടാ ഐഡിയ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, നല്ല ഐഡിയ ആണ്, വെറൈറ്റി സാധനമാണ്, ഇൻവെസ്റ്റ് ചെയ്തോ എന്നൊക്കെ പറയും. അങ്ങനെ അവരോട് ഐഡിയ പറഞ്ഞു കൊടുക്കും, അവരതിൽ ഇൻട്രസ്റ്റഡ് ആവും. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റിന്റെ ബേസിസിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യും? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഇതിനെ പറയുന്നതാണ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഇവിടെ ഓണർഷിപ്പ്, കൺട്രോൾ ഒക്കെ നോക്കിക്കേ, അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് ഉണ്ടാവും. അപ്പോൾ ഓണർഷിപ്പ് ഷെയർഡ് അമോങ് പാർട്ട്നേഴ്സ് അക്കോർഡിംഗ് ടു ദി പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ്. കൺട്രോൾ നോക്കിയേ, കൺട്രോൾ ഷെയർഡ് അക്കോർഡിംഗ് ടു ദി പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ്. പ്രോഫിറ്റ് നോക്കിക്കേ, ഷെയർഡ് ആസ് പെർ ദി പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ്. അപ്പോൾ എന്താണ് ഈ പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ്? അപ്പോൾ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പറയും, എടാ ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളെല്ലാവരും എൻ്റെ പാർട്ട്നേഴ്സ് ആണ്, ശരിയാണ്, നിങ്ങളെല്ലാവരും ഇവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനാണ് ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എനിക്കാണ് ഈ ബിസിനസ്സിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുക, എൻ്റെ ഐഡിയ ആയിരുന്നു ഇത്, അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഓണർഷിപ്പ് തരണം, ഏറ്റവും കൂടുതൽ കൺട്രോളും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റും എനിക്ക് തരണം കേട്ടോ എന്ന് പറയും. അപ്പം എൻ്റെ ബാക്കി ഫ്രണ്ട്സ് പറയും, ശരിയടാ, എല്ലാം നീ പറഞ്ഞത് സമ്മതിച്ചു, നീ പറഞ്ഞത് തന്നെയാണ് ശരി, നീ ഒരു 60% പ്രോഫിറ്റ് എടുത്തോ, ബാക്കി 40% നമുക്ക് തന്നിട്ട് അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്തോളാം എന്ന് പറയും. അപ്പം ഞാൻ പറയും, നല്ല കാര്യം. ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയും, ഓടാ അതൊന്നും നടക്കില്ല, നീ ഒരു 50% എടുക്കുക, അല്ലെങ്കിൽ 40% നീ എടുത്തോ, ബാക്കി 60% നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിച്ച്, അങ്ങനെ എല്ലാ പാർട്ട്നേഴ്സും കൂടി സംസാരിച്ച് എടുത്ത് ഒരു അഗ്രിമെന്റിലേക്ക് എത്തും. അതിനെ പറയുന്നതാണ് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ്. ഒന്നില്ലെങ്കിൽ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ അത് റിട്ടേൺ ഡൗൺ ആയിട്ടോ ഈ അഗ്രിമെന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും ഓണർഷിപ്പ് ആണെങ്കിലും കൺട്രോൾ ആണെങ്കിലും പ്രോഫിറ്റ് ഷെയറിംഗ് ആണെങ്കിൽ എല്ലാം ഉണ്ടാവുക. കണ്ടിന്യൂറ്റി നോക്കിക്കേ, കണ്ടിന്യൂറ്റി, ഒരു പാർട്ട്ണർ ഇപ്പോൾ നേരത്തെ വിട്ടു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യാം, നിന്ന് പോവാം. അത് നേരത്തെ തന്നെ പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ പറയും, എടാ എൻ്റെ ഐഡിയ ആണ്, എൻ്റെ ബിസിനസ് ആണ്, ഞാനാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് കാരണം എന്തെങ്കിലും കാരണവശാൽ നേരത്തെ ഫ്യൂച്ചറിൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വിട്ടു പോവുകയാണെങ്കിൽ, ഈ ബിസിനസ് നിർത്തി പോവുകയാണെങ്കിൽ ഈ ബിസിനസ് അവിടെ നിൽക്കും, നിങ്ങൾക്ക് പിന്നെ അതിൽ പാർട്ട്ണറാണെന്നൊന്നും പറഞ്ഞു വരാൻ പറ്റില്ല, ബിസിനസ് അവിടെ നിർത്തേണ്ടി വരും. അപ്പോൾ എൻ്റെ പാർട്ട്നേഴ്സ് പറയും, ഓക്കെ ശരി ആയിക്കോട്ടെ പറയും. അപ്പോൾ എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ബിസിനസ് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ വിട്ടു പോവുകയാണെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് പ്രകാരം എന്ത് ചെയ്യേണ്ടി വരും? ഇത് നിർത്തേണ്ടി വരും അല്ലേ? അതാണ് സംഭവം. ഇനിയിപ്പോൾ അതല്ല, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ബാക്കി പാർട്ട്നേഴ്സിന് പറ്റുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ കണ്ടിന്യൂ ചെയ്യാം. ലയബിലിറ്റി, ഇവിടെയും അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് വരുന്നത്. എല്ലാ ജനറൽ പാർട്ട്ണർഷിപ്സിനൊക്കെ അൺലിമിറ്റഡ് ലയബിലിറ്റി ഫോർ ഓൾ ദി പാർട്ട്നേഴ്സ് ആണ്. അപ്പോൾ സോൾ ട്രേഡർ പോലെ തന്നെ ഇവിടെ ബിസിനസ്സും ഓണേഴ്സും സെപ്പറേറ്റ് അല്ല, അവരുടെ പേഴ്സണൽ അസറ്റ്സ് വിറ്റിട്ട് പോലും അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവിടുത്തെ ലയബിലിറ്റി തീർക്കേണ്ടി വരും. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്സിനെ കുറിച്ചിട്ടാണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ്, പക്ഷെ അവിടെ പേരിൽ തന്നെ ഉണ്ട് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. A limited liability partnership is a business structure that combines the elements of partnership and corporations. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് പോലെ തന്നെയാണ്, പക്ഷെ അവിടെ എന്തില്ല, അൺലിമിറ്റഡ് ലയബിലിറ്റി ഇല്ല. എന്ത് ലയബിലിറ്റി ഉള്ളൂ? ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളൂ. LLP is considered a separate legal entity from its partners. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് സെപ്പറേറ്റ് ആണ്, അതേപോലെ തന്നെ ഓണേഴ്സ് സെപ്പറേറ്റ് ആണ്. ഒരു ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇത് വേറൊരു മനുഷ്യന്റെ പോലെ, ബിസിനസ് വേറൊരു ആളുടെ പോലെയാണ്. ആ ബിസിനസ്സിനെതിരെ നമുക്ക് കേസ് കൊടുക്കാം, ആ ബിസിനസ്സിന് കടം എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വേറൊരു മനുഷ്യന്റെ പോലെ തന്നെയാണ് ബിസിനസ്സിനെ കൺസിഡർ ചെയ്യുക. അതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറൊരു മനുഷ്യനാണ് എന്ന് തന്നെ കൺസിഡർ ചെയ്യാം ബിസിനസ്സിനെ. അപ്പോൾ ബിസിനസ്സിന് എന്തെങ്കിലും കടം ഉണ്ടെങ്കിൽ എവിടെ നിന്ന് മാത്രം കൊടുത്താൽ മതി? ബിസിനസ്സിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് മാത്രം കൊടുത്താൽ മതി. പാർട്ട്നേഴ്സ് അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടുത്തെ എന്ത് അഡ്വാൻറ്റേജ്. അതിനെ പറയുന്നതാണ് ലിമിറ്റഡ് ലയബിലിറ്റി. അപ്പോൾ മനസ്സിലായോ?
ഇറ്റ് ക്യാൻ ഓൺ പ്രോപ്പർട്ടി, സൂ ആൻഡ് ബി സൂഡ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം. അവർക്കെതിരെ കേസ് കൊടുക്കാം, അവർക്ക് അങ്ങോട്ട് കേസ് കൊടുക്കാം, ബിസിനസ്സിന് പ്രോപ്പർട്ടി വാങ്ങിക്കാം, അവർക്ക് കട എടുക്കാം, എല്ലാം ചെയ്യാം. ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ബിസിനസ്സിനും ചെയ്യാം. അതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആവുമ്പോഴുള്ള അഡ്വാൻറ്റേജ്. ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, ആ പാർട്ട്നേഴ്സ് സേഫ് ആണ്. ഈ കച്ചവടം ഭയങ്കര കടം ഒക്കെ വന്നു, കുറെ പ്രശ്നങ്ങളായി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ പേഴ്സണൽ അസറ്റ്സ് എവിടെയാണ്? സേഫ് ആണ്. അവർ ഒരിക്കലും അവരെ സ്വന്തം കാശ് എടുത്ത് അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരു കേസ് വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? എൻ്റെ ബിസിനസിന്റെ എല്ലാ അസറ്റ്സും ഞാൻ വിറ്റിട്ട് നിങ്ങൾക്ക് കാശ് തന്നു, ഇനി ഒന്നും തരാനില്ല, ബിസിനസ്സിന് ഒന്നും തരാനില്ല എന്ന് പറയാം. അതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആകുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. പക്ഷെ പാർട്ണർഷിപ്പ് പോലെ തന്നെ ആയിരിക്കും എല്ലാ ബാക്കി കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അവിടെ അഗ്രിമെന്റ് ഉണ്ടാവുക, അതിനനുസരിച്ചിട്ടായിരിക്കും അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നുണ്ടാവുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ളത് ലിമിറ്റഡ് കമ്പനീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ടുള്ള LLCs എന്ന് നമ്മൾ പറയുന്ന ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസിനെ കുറിച്ചിട്ടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇത് കമ്പനീസ് ആണ്. കമ്പനീസ് പറഞ്ഞാൽ കുറച്ചും കൂടി വലിയ സംഭവമാണ് അല്ലെ. സോൾ ട്രേഡർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് അത്ര വലുതായിരിക്കില്ല. കമ്പനീസ് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചും കൂടി വലുതാണ്. അത് കുറച്ച് കോർപ്പറേഷൻസ് ആണ്. വലിയ കമ്പനീസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെയാണ് അല്ലേ. അപ്പോൾ കമ്പനീസിന്റെ കാര്യം നോക്കുമ്പോൾ കമ്പനീസിൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഉണ്ടാവുക. ഷെയർ ഹോൾഡേഴ്സ്, അവിടെ ഓണേഴ്സ് ഉണ്ടാവും. അവരെ പറയുന്നതാണ് എന്ത്? ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സും അവിടെ ചിലപ്പോൾ മാനേജ് ചെയ്യുന്ന ആൾക്കാരും വ്യത്യാസമായിരിക്കും. അവിടെ അവരെ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവരെ പറയുന്നതാണ് മാനേജ്മെന്റ്. ചില സമയത്ത് ഷെയർ ഹോൾഡേഴ്സും മാനേജ്മെന്റ് ഒന്നായേക്കാം. പക്ഷേ മെയിൻലി കമ്പനീസിൽ ചിലപ്പോൾ മാനേജ്മെന്റ് വേറെ ആയിരിക്കും, ഓണേഴ്സ് എന്ന് പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് വേറെ ആയിരിക്കും. ഇവിടെ എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി ആണ് ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ? ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ? അവർക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളൂ. പക്ഷെ ഓണർഷിപ്പ് സെപ്പറേറ്റ് ആണ്, മാനേജ്മെന്റ് സെപ്പറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീസ് ഉണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസും ഉണ്ട്, അതേപോലെ തന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസും ഉണ്ട്. എന്താ സംഭവം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ചെറിയ ബിസിനസ്സസ് ആയിരിക്കും. ദീസ് ആർ ഓഫൻ സ്മോളർ ബിസിനസ്സസ്. ചെറുത് എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറുതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ ദ ബിഗർ കൺസെപ്റ്റ് ഒരു ചെറിയ ബിസിനസ് എന്ന് പറയാം. ഓഫൻ ഓൺ ബൈ എ ഫ്യൂ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് ആണ്. എന്തുകൊണ്ട് ഇവരെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്? ഈ കമ്പനീസിന് ഷെയർസ് ഉണ്ടാവും. ഈ ബിസിനസ്സിന് എന്തുണ്ടാവും? ഷെയർസ് ഉണ്ടാവും. ഷെയർ എന്ന് പറയുമ്പോൾ ഒരു ഇതേപോലെ ഒരു പേപ്പർ ആണ് എന്ന് വിചാരിക്കും. ആ പേപ്പർ വിറ്റിട്ടാണ് ഇവർ, അതിന് പകരമാണ് ഇതൊരു കൺട്രോൾ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഞാനൊരു കമ്പനിയിൽ പോയിട്ട് ഇവരുടെ ഷെയർസ് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവരെ ഷെയർസ് വാങ്ങിക്കുന്നു. എനിക്ക് അവർ ഈ ഷെയർ വാങ്ങിക്കുമ്പോൾ ഈ പേപ്പർ അവർ എനിക്ക് തരുമ്പോൾ ഞാൻ ഇവരെ കൺട്രോൾ എനിക്ക് തരികയാണ്. ഇവിടെ എനിക്ക് ഡിസിഷൻ എടുക്കാനുള്ള പവർ അവർ തരികയാണ്. തിരിച്ച് ഞാൻ എന്താ കൊടുക്കുന്നത്? അവർക്ക് പൈസ കൊടുക്കുന്നു. ആ പൈസയ്ക്ക് പകരം അവരെനിക്ക് എന്ത് തരികയാണ്? ആ കമ്പനിയിൽ ഡിസിഷൻസ് എടുക്കാനുള്ള പവർ തരികയാണ്. അങ്ങനെ ഞാൻ അവരുടെ എന്തായി മാറുകയാണ്? ഷെയർ ഹോൾഡർ. ഒരു ഷെയർ വാങ്ങിച്ചാൽ ഞാൻ ആ കമ്പനിയിൽ എന്തായി മാറും? ഷെയർ ഹോൾഡർ ആയി മാറും. ഓക്കെ, അപ്പോ ഇത് ഇവിടെ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൽ എന്താ ഉണ്ടാവുള്ളൂ? ഫ്യൂ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഉണ്ടാവുള്ളൂ. പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിലോ അത് കുറച്ചുകൂടി വലിയ ബിസിനസ്സസ് ആണ്. കുറച്ചുകൂടി വലിയ 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 ബിസിനസ് നമ്മളിപ്പോൾ കേൾക്കില്ലേ, ടാറ്റ, അതേപോലെ തന്നെ റിലയൻസ്, അങ്ങനത്തെ വലിയ വലിയ ബിസിനസ്സസ് ഇല്ലേ, അങ്ങനെ ഓപ്പൺ ലാർജ് ബിസിനസ്സസ് ഓൺ ബൈ എ ലാർജ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. കുറേ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ഇങ്ങനത്തെ ബിസിനസ്സിലൊക്കെ കുറേ അധികം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ഫ്യൂ ഷെയർ ഹോൾഡേഴ്സ് അല്ല, ഭയങ്കര അധികം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന്റെ നെയിമിന്റെ അവസാനം എന്തുണ്ടാവും? LTD എന്ന് എഴുതിയിട്ടുണ്ടാവും. ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കമ്പനീസ് വിത്ത് LTD ആഫ്റ്റർ ദ നെയിം ആയിരിക്കും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന്റെ അവസാനം PLC എന്ന് ഉണ്ടാവും. മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന്റെ ഷെയർസ് ജനറൽ പബ്ലിക്കിന് കൊടുക്കാൻ പറ്റില്ല.
അത് കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, അവർ മാത്രമായിരിക്കും അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സ്, അവർ മാത്രമാണ് അവിടെ ഫണ്ട് റേസ് ചെയ്യുക, അവരുടെ കയ്യിൽ നിന്നാണ് അവർ ഷെയർസ്, അവരുടെ പൈസ കൊടുത്തിട്ടാണ് അവർ ഷെയർസ് ഇടുക, അവർ വാങ്ങിക്കുക ഒക്കെ ചെയ്യുക. അപ്പൊ അവരുടെ അടുത്ത് മാത്രമേ കൺട്രോൾ ഉള്ളൂ, അത് ജനറൽ പബ്ലിക്കിന്റെ അടുത്ത് പോയിട്ടില്ല. അപ്പോൾ ഷെയർസ് ഓഫർ ചെയ്യുന്നില്ല ആർക്ക്? ജനറൽ പബ്ലിക്കിന്. അങ്ങനെ അതുകൊണ്ടാണ് അവരെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. അവർ പ്രൈവറ്റ് ആണ്, അവരുടെ ഡിസിഷൻസ് എടുക്കുന്നതൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് മാത്രമാണ്. പക്ഷെ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന്റെ കാര്യം നോക്കുമ്പോൾ അവിടെ ഷെയർസ് ആർക്ക് ഓഫർ ചെയ്യും? ജനറൽ പബ്ലിക്കിന് ഓഫർ ചെയ്യും. അവർക്ക് ഫണ്ടൊക്കെ റേസ് ചെയ്യാൻ എന്തായിരിക്കും? കുറച്ചുകൂടി എളുപ്പമായിരിക്കില്ലേ? കാരണം ഇത്രയും ആൾക്കാർക്ക് എന്ത് ചെയ്യാം? ഈ ഷെയർസിനെ വാങ്ങിക്കാം. ഈ ഷെയർസ് ആർക്കും വാങ്ങിച്ചാലും വാങ്ങിക്കാം. ഇപ്പോൾ ഒരു റിലയൻസിന്റെ കാര്യം പറയാണ്, അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം, എല്ലാവർക്കും അറിയുന്ന ഒരു കമ്പനിയാണ് റിലയൻസ് അല്ലേ. അപ്പൊ റിലയൻസിന്റെ കാര്യം പറയുമ്പോൾ റിലയൻസിന്റെ ഷെയർസ് ആർക്ക് വാങ്ങിച്ചാലും വാങ്ങിക്കാം. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എനിക്ക് റിലയൻസിന്റെ ഒരു ഷെയർ വാങ്ങിക്കാം. അപ്പൊ ഞാൻ അവിടുത്തെ ആരായി മാറും? ഷെയർ ഹോൾഡർ ആയി മാറും. അങ്ങനെയാണ് അതിന്റെ കളി, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് കുറച്ച് പ്രൈവറ്റ് ആണ് അല്ലെ, പേര് തന്നെ ഉണ്ട് പ്രൈവറ്റ് ആണ്. അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, അവരുടെ എടുക്കുന്ന ഡിസിഷൻസ് അവർക്ക് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇവർക്ക് ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്ത് വിടേണ്ട ആവശ്യമില്ല, പബ്ലിസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, പുറത്തേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് ഉണ്ടാക്കിയാലും അത് അവരുടെ കമ്പനിയുടെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി, അത് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് നമുക്കറിയാം, ജനറൽ പബ്ലിക് കുറെ ആൾക്കാർ എന്തായിരിക്കും? ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. അപ്പോൾ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയുന്നുണ്ടാവില്ല. അതെങ്ങനെ അവർക്ക് അറിയാം? അവരെന്ത് ചെയ്യേണ്ടി വരും? എല്ലാ വർഷവും എന്ത് പബ്ലിഷ് ചെയ്യേണ്ടി വരും? ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് ആ കമ്പനി പബ്ലിഷ് ചെയ്യേണ്ടി വരും. അത് നോക്കുമ്പോൾ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് മനസ്സിലാവും ഇവിടെ എന്താ കമ്പനിയിൽ നടക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവും. അതാണ് അപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസും പബ്ലിക് ലിമിറ്റഡ് കമ്പനീസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് വരുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുറെ ചാരിറ്റീസ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ പറയുന്നതാണ് നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ്. അവർ പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്നത്, അവർ വേറെ എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടാവും അവർക്ക്, അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതിനെ പറയുന്നതാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇവിടെ നോക്കിയേ, ഒബ്ജക്റ്റീവ് driven by a mission or purpose that serves the public interest, social welfare or community benefit. അപ്പോൾ ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു പർപ്പസ് ഉണ്ട്, അത് എന്തിനെ സെർവ് ചെയ്യുന്ന? ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ വെൽഫെയർ, ഒരു കമ്മ്യൂണിറ്റി ബെനിഫിറ്റ്, ആ ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ചില ഓർഗനൈസേഷൻസ് പറയുന്നതാണ് നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അത് എന്തും ആവാം, ഇപ്പോൾ സ്കൂൾ ആവാം, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ എന്തും ആവാം. ഇത് ഫ്രീ ആയിട്ട് പ്രവർത്തിക്കുകയാണ്, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ്? അത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, അവര് സോഷ്യൽ വെൽഫെയറിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ നടത്തുന്നത് അല്ലെ. ആക്ടിവിറ്റി എന്താ? പ്രൊവൈഡ് സർവീസസ്, അഡ്വക്കേസി ഓർ സപ്പോർട്ട് ടു അഡ്രസ് സോഷ്യൽ, കൾച്ചറൽ, എഡ്യൂക്കേഷണൽ, എൻവയറമെന്റൽ ഓർ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ്. അങ്ങനെ സൊസൈറ്റീനെ ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുന്നതാണ് ഇവരുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓണർഷിപ്പ് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഒക്കെ കൂടിയിട്ടായിരിക്കും ഇതിന്റെ ഓണർഷിപ്പ് നോക്കുന്നുണ്ടാവുക, അവിടെ കൺട്രോൾ നടത്തുന്നുണ്ടാവുക ഇവരായിരിക്കും. അപ്പൊ ഇവർക്കും ആർക്കും ഡയറക്റ്റ് ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഇത് നടത്തിയതുകൊണ്ട് അവർക്ക് ആർക്കും ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല, പൈസ ഒന്നും അവരല്ല, അതായിരിക്കില്ല അവരുടെ ഉദ്ദേശം ഉണ്ടാവുക. ഫണ്ടിങ് ഉണ്ടാവുക അവർ ഡൊണേഷൻസ്, ഗ്രാൻസ്, മെമ്പർഷിപ്പ് ഫീസ്, ഫണ്ട് റേസിങ് ആക്ടിവിറ്റീസ്, ഇതിലൂടെയൊക്കെയാണ് അവരുടെ പൈസ അവർക്ക് കിട്ടുക. നമുക്ക് കാണാൻ പറ്റും ഡൊണേഷൻ കൊടുക്കുക അല്ലെ, ഗ്രാൻഡ് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് എന്ത് ചെയ്യും? ഫീസ് എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും കൊടുക്കും. അപ്പോൾ ആ ഫീസിന്റെ ബേസിസിലൊക്കെ ആയിരിക്കും ഇവർ ഓരോ പ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ടാവുക. പ്രോഫിറ്റ് ഷെയറിങ്, ഇവിടെ പ്രോഫിറ്റ് അങ്ങനെ ഷെയർ ചെയ്യല്ല ചെയ്യുക. ഇപ്പോൾ നോക്കിക്കേ, നമുക്ക് കൂടുതൽ ഡൊണേഷൻസ് കിട്ടി, പക്ഷെ അത്ര ചെലവാക്കിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അതിനെ പറയുന്നതാണ് സർപ്ലസ്. കൂടുതൽ ഇങ്ങോട്ട് കിട്ടി, പക്ഷെ അത്ര ചെലവാക്കിയിട്ടില്ല ഈ വർഷം, അപ്പൊ ഒരു സർപ്ലസ് ഉണ്ടായി എന്ന് പറയും. എന്ന് വെച്ചാൽ ഇൻകം ആണ് കൂടുതൽ, എക്സ്പെൻസ് അത്ര വന്നിട്ടില്ല, അപ്പൊ ഇതിനെ പറയുന്നതാണ് സർപ്ലസ്. ഈ സർപ്ലസ് അവരെന്ത് ചെയ്യും? പിന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കുറച്ചും കൂടി നല്ല രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അല്ലാണ്ട് അവരുടെ സ്വന്തം പോക്കറ്റിലേക്ക് എടുക്കൊന്നുമില്ല. അതാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. ഓക്കെ, അടുത്ത് നോക്കാം. ലാസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കോഓപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞില്ല. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇതെന്ത് സംഭവം? കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഓണർഷിപ്പ് ഓൺ ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്
ഹു യൂസസ് ഇറ്റ് സർവീസസ്. അവിടെ ആ സർവീസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരിക്കും അത് ഓൺ ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും അല്ലെ, ഇവിടെ പല സ്ഥലത്തും കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി, ബാങ്ക്, അങ്ങനെ പല സംഭവങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആ സർവീസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരിക്കും അത് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഓൺ ചെയ്യുന്നുണ്ടാവുക. കൺട്രോൾ എങ്ങനെ വരുന്നത് നോക്കിക്കേ. ഡെമോക്രാറ്റിക്കലി കൺട്രോൾ ബൈ മെമ്പേഴ്സ് ടിപ്പിക്കലി ഫോളോയിങ് എ വൺ മെമ്പർ വൺ വോട്ട് പ്രിൻസിപ്പിൾ. അപ്പോൾ അവിടെ എല്ലാവരും ഒരു ഡെമോക്രാറ്റിക് അപ്രോച്ച് ആണ്. അപ്പൊ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു വോട്ട്. ഇപ്പൊ 10 മെമ്പർ ഉണ്ടെങ്കിൽ 10 പേർക്ക് ഓരോരോ വോട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കണം. അപ്പൊ എല്ലാവരും അഭിപ്രായം എടുത്തിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏതാണോ നല്ലത് അത് ചെയ്യും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏതിനാണോ വോട്ട് ചെയ്തത് അത് ചെയ്യും. അതാണ് ഡെമോക്രാറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലയബിലിറ്റി വരുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ആൻഡ് കണ്ടിന്യൂറ്റി പെർപെച്വൽ സക്സഷൻ ആണ്. എത്ര കാലം മെമ്പേഴ്സ് ഉണ്ടോ അത്രയും കാലം എന്ത് ചെയ്യും, പോവും. ഒരു മെമ്പർ പോയി വിചാരിച്ചിട്ട് എന്ത് ചെയ്യില്ല, ആ സംഭവം നിർത്തി പോവൊന്നുമില്ല. പ്രോഫിറ്റ് ഷെയറിംഗ് ഡിസ്ട്രിബ്യൂട്ടഡ് അമോങ് മെമ്പേഴ്സ് ബേസ്ഡ് ഓൺ ദിയർ പാറ്റേണേജ്. അവർ എത്രത്തോളം ആ മെമ്പർ അവിടെ വേണ്ടി വർക്ക് ചെയ്യുന്നു, അവർ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥത കാണിക്കുന്നു, അതിൻ്റെയൊക്കെ ബേസിലായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അവിടെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്സ് ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞു തരാം. ഏതൊക്കെയായിരുന്നു? സോൾ ട്രേഡർഷിപ്പ് അല്ലെ, ഒറ്റ വ്യക്തി നടത്തുന്നത്. രണ്ടാമത്തെ ഏതായിരുന്നു നമ്മൾ നോക്കിയത്? പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൽ എന്തായിരുന്നു? രണ്ടോ അല്ലെങ്കിൽ അതിന് അധികം ആൾക്കാർ വന്നിട്ട് നടത്തുന്നതായിരുന്നു. അവിടെ എന്താ ലയബിലിറ്റി ആയിരുന്നു? അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു അല്ലെ. സോൾ ട്രേഡറിലോ അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. പിന്നെ നമ്മൾ ഏതാ നോക്കിയേ? ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് നോക്കി അല്ലേ. അതിന്റെ ഫീച്ചർ എന്തായിരുന്നു? അവിടെ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, പക്ഷെ പാർട്ട്ണർഷിപ്പ് പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ഏതാ നോക്കിയത്? ഒരു LLCനെ കുറിച്ച് നോക്കി അല്ലെ, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനീനെ കുറിച്ച് നോക്കി. അതിൻ്റെ ഉള്ളിൽ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും അതേപോലെ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിനെ കുറിച്ചിട്ടും നമ്മൾ നോക്കി. പിന്നെ നോക്കിയത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിനെ കുറിച്ചിട്ടാണ്. പ്രോഫിറ്റ് അല്ല അവരുടെ എയിം, അവർ വേറെ എന്തെങ്കിലും സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടായിരിക്കും അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക അല്ലെ. പിന്നെ ഫൈനലി നമ്മൾ നോക്കിയത് എന്താ? കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചിട്ടാണ് ഫൈനലി നോക്കിയത്. അപ്പൊ ഇങ്ങനത്തെ കുറെ സബ്ജക്ട്സ് ആണ് ബിസിനസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിൽ നമ്മൾ നോക്കാനുള്ളത്. ഇനിയും കുറച്ചധികം ഉണ്ട്, പക്ഷെ അതൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത്ര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. എങ്ങനെയുണ്ട്? എളുപ്പല്ലേ? അപ്പൊ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ACCനെ കുറിച്ചിട്ടും ബിസിനസ് ആൻഡ് ടെക്നോളജിനെ കുറിച്ചിട്ടും ചെറിയൊരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം. താങ്ക് യു.